മാസം കൊണ്ട് ടാക്സ് അടക്കണം. ആ ടാക്സ് അടക്കണമെങ്കിൽ മുഴുവൻ ക്ഷേമനിധി അടക്കണം. അതിൻ്റെ പുറമെ ഭീമമായ ഇൻഷുറൻസ് അടക്കണം, റോഡ് ടാക്സ് അടക്കണം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്ന ആ സമയത്താണ് ഇവിടെ ഈ ബാറ്ററി മോഷണം കൂടി പതിവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡ്രൈവർമാർ പൊതുവേ ഉള്ളത് ഇപ്പം പട്ടിണിയുടെ വക്കത്തിലാണ്. ഇപ്പോൾ കൂട്ടി പറഞ്ഞ ആത്മഹത്യൻ്റെ വക്കത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൻ്റെ വ്യാവസായിക തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത് വളപട്ടണം. ആ പെരുമയുടെ അടയാളമായിരുന്നു ഈ ലോറികൾ. ഇന്ന് വലിയ പ്രതിസന്ധിയെയാണ് ഈ ലോറി ഉടമകളും തൊഴിലാളികളും നേരിടുന്നത്. മാസങ്ങളായി തൊഴിലില്ലാത്ത അവസ്ഥ. അതിനിടയിലാണ് പുതിയ ഒരു പ്രതിസന്ധി കൂടി ഇവർ നേരിടുന്നത്. തങ്ങളുടെ സങ്കടം MLAയും പോലീസുമൊക്കെ കേൾക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. വലിയ പട്ടണമെന്ന പെരുമയിൽ നിന്ന് ആ പേര് ശോഷിച്ചതുപോലെ തന്നെ നാടും ശോഷിച്ചു. മരവ്യവസായവും ഓട് നിർമ്മാണവുമെല്ലാം പേരിനു മാത്രമായി. പ്ലൈവുഡ് വ്യവസായം മാത്രം പിടിച്ചു നിൽക്കുന്നു. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നാട് മറന്നപ്പോൾ എല്ലാ പെരുമയും ഓർമ്മയുടെ തീരത്തായി. അതിൻ്റെ ഇരകളാക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് വളപട്ടണത്ത്. അതിലൊരു വിഭാഗമാണ് ലോറി ഉടമകളും തൊഴിലാളികളും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ ലോറി ഉടമകളും തൊഴിലാളികളും. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയാണ് ഇവരെയും ബാധിച്ചത്. ഗുഡ്സ് ട്രെയിൻ മാർഗം വരുന്ന സിമന്റിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ 100-ലധികം ലോറികൾ കഴിഞ്ഞിരുന്നത്. പ്രതാപകാലത്ത് നിന്ന് തിരിയാൻ സമയം കിട്ടിയിരുന്നില്ല ഇവർക്ക്. അന്ന് ലോറി സ്വന്തമാക്കിയവർ ഉടമയുടെ കുപ്പായം അഴിച്ചുവെച്ച് ഇന്ന് തൊഴിലാളികളാണ്. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണവർ. സിമന്റ് വരവ് ഗണ്യമായി കുറഞ്ഞു. മാസത്തിൽ 1-2 ഗുഡ്സ് വാഗൺ മാത്രമാണ് സിമന്റുമായി വളപട്ടണത്ത് വരുന്നത്. അതുകൊണ്ടുതന്നെ ലോറികൾക്ക് പണിയില്ല. കുറേ നാളായി പട്ടിണിയിലാണ്. ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലുമാണെന്ന് ടെമ്പോ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി TP മഷൂദ്. ഒരു ഏകദേശം 10-100 ലോറിയിൽ മേലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 മാസങ്ങളായി പണിയില്ലാതെ. ഡ്രൈവർമാർ പൊതുവേ ഉള്ളത് ഇപ്പം പട്ടിണിയുടെ വക്കത്തിലാണ്. ഇപ്പോൾ കൂട്ടി പറഞ്ഞ ആത്മഹത്യൻ്റെ വക്കത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വണ്ടിയൊക്കെ ലോണുണ്ട്. ആ ലോണും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സമയത്ത് മനുഷ്യൻ്റെ താളം മൊത്തമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യണം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതും നമ്മളെ ഡ്രൈവർമാർക്ക് ഇപ്പം മനസ്സിൽ കിട്ടിയിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ പട്ടിണിയുടെ വക്കത്താണ്, ഇപ്പോൾ ആത്മഹത്യൻ്റെ വക്കത്തോട് പോയി കഴിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയത്ത് ക്ഷേമനിധി അടക്കാൻ പറ്റാത്ത കുറേ വണ്ടികളുണ്ടായിരുന്നു. അതൊക്കെ ഈ ക്വാർട്ടർ അടക്കുന്ന സമയത്ത് എല്ലാ ക്ഷേമനിധി അടച്ചതിന് ശേഷം മാത്രമേ ടാക്സ് അടക്കാൻ വേണ്ടി വിട്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾക്ക് പെട്ടിട്ടുണ്ട്. അന്നേരം ആ സമയത്ത് എന്തോ കാരണം പറഞ്ഞ് ക്ഷേമനിധി എടുക്കുന്നില്ല. ചില സംഗതികൾ സൈറ്റ് ബ്ലോക്ക് ചെയ്തു. പിന്നെ സൈറ്റ് ഓണായ സമയത്ത് ക്ഷേമനിധി എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം ക്ഷേമനിധി മുഴുവനായിട്ട് അടച്ചാൽ മാത്രമേ ടാക്സ് അടക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ 30-ന് മുമ്പ് ഞാൻ അടച്ചാളാണ്. അതുപോലെ ഇതാണിപ്പം നമ്മളെ വളപട്ടണത്തെ സ്ഥിതിയുള്ളത്. ലോഡ് കിട്ടാത്ത പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു വലിയ പ്രശ്നം വന്നത്. വളപട്ടണത്ത് നിർത്തിയിടുന്ന ലോറികളിൽ നിന്ന് വ്യാപകമായി ബാറ്ററികൾ മോഷണം പോകുന്നു. 20-ലധികം ബാറ്ററികൾ ഇതിനകം മോഷണം പോയി. കഴിഞ്ഞ ദിവസം 3 ബാറ്ററികളാണ് മോഷ്ടിച്ചത്. ഈ ഒരു ബാറ്ററി ഇതെന്തായാലും 40 കിലോളം വരുന്ന ബാറ്ററിയാണ്. ഇത് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളില്ലാണ്ട് ഇത് എടുക്കാൻ കഴിയില്ല. അപ്പോൾ 40 കിലോ ഏകദേശം വരുന്നു. 150 MB ഉള്ള ബാറ്ററിയാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ ആളില്ലാണ്ട് ഈ സാധനം കൊണ്ടുപോകാനില്ല. കയറിടുന്ന കൊക്ക അത് ബെൽഡിങ് ആയിരുന്നു, അത് പൊട്ടിച്ചിട്ട് അത് കാണുന്നില്ല. പിന്നെ വെച്ച മറ്റേ മരത്തിൻ്റെ അതിലും വലിച്ചു ചാടിയിട്ട് ബാറ്ററി അവിടെ ഇല്ല. എന്തോ തിരക്കിട്ടിട്ട് അവർ ചാടിയ മാതിരിയാണുള്ളത്. എൻ്റെ ബാറ്ററി 29-ാം തീയതി പോയി. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 10 വാഗൺ വന്നേരം പിന്നെ ആദ്യം ഇവിടെ വണ്ടി പണി വന്നേരം എടുക്കാൻ പോയി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിലുള്ള 2 വണ്ടീൻ്റെ ബാറ്ററിയും കൂടി പോയി. അതുകൂടാണ്ട് ഇന്നലെ മന്നക്ക് വെച്ച, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് മന്നക്ക് വെച്ച ഒരു വണ്ടീൻ്റെ എണ്ണയും മോഷണം പോയിട്ടുണ്ട്. താങ്ങാൻ പറ്റുന്നില്ലാണെന്ന് പറയാം. എല്ലാവരും ബുദ്ധിമുട്ടായിട്ടാണ്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണി തീരെ വരുന്നില്ല. ഇതിനെക്കൊണ്ട് ആശ്രയിക്കുന്ന ഒരുപാട് ആളുണ്ട്. ബാറ്ററി മോഷണത്തിൽ വളപട്ടണം പോലീസിൽ ഉടമകൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കുകയും ചെയ്തു.
പോലീസിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ടി.പി. മഷൂദ് പറഞ്ഞു. ഇവർക്ക് കെ.വി. സുമേഷ് എം.എൽ.എയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ എനിക്കൊന്ന് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളെ ബഹുമാനപ്പെട്ട അഴീക്കോട് എം.എൽ.എ നാട്ടുകാർക്കും നമ്മളെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു അങ്ങേയറ്റം നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു എം.എൽ.എ ആണ്. അദ്ദേഹത്തോട് ആർക്കും എന്തും പോയിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്നൊരു ഒരു രീതിയിലുള്ള എം.എൽ.എ ആണ്. ബഹുമാനപ്പെട്ട എം.എൽ.എ സാർ ഇത് കാണുകയാണെങ്കിൽ നമ്മൾ സങ്കടം ഒന്ന് തീർത്തു തരണം. കാരണം ഇവിടെ ഒരു ഐമാസ് ലൈറ്റും അതുപോലെ തന്നെ ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിപ്പണിക്കാർ മാത്രമല്ല, ഈ നാട്ടുകാർക്ക് കൂടി ഒരു ഉപകാരമാകുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് ഈ ഒരു അപേക്ഷ പരിഗണിക്കുമെന്ന് തന്നെയാണ് 100% വിശ്വസിക്കുന്നത്. വളപട്ടണം ടൗണിന്റെ ഹൃദയഭാഗം കൂടിയാണിത്. ഈ ഭാഗത്ത് പ്രകാശം കുറഞ്ഞ ഒരു സ്ട്രീറ്റ് ലൈറ്റുണ്ട്. അതുമാറ്റി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണം. ഒപ്പം CCTV ക്യാമറയും. ഇത് രണ്ടുമായാൽ മോഷണത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിയും. സ്ഥലത്ത് CCTV അത്യാവശ്യമാണെന്ന് പോലീസും പറയുന്നുണ്ട്. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഈ ചോദ്യമാണ് ലോറി ഉടമകളും തൊഴിലാളികളും അധികൃതർക്ക് മുന്നിൽ വെക്കുന്നത്. ടാക്സും ഇൻഷുറൻസും ക്ഷേമനിധിയും എല്ലാം ലോൺ എടുത്ത് അടയ്ക്കേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്നാണ് ഇവർ പറയുന്നത്. അതിനിടയിലാണ് ബാറ്ററി മോഷണം എന്ന പുതിയ പ്രതിസന്ധി കൂടി ഇവരെ വേട്ടയാടുന്നത്. വളപട്ടണത്ത് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.